തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഒരു പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ പോലും കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പൊതുമേഖലയിൽ വന്നിട്ടില്ല. 1000-ലധികം ആളുകൾ ജോലി ചെയ്തിരുന്ന, സ്ത്രീകൾക്ക് ജോലി കൊടുത്തിരുന്ന കിറ്റക്സിന്റെ സ്ഥാപനം കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്ന് അടച്ചുപൂട്ടിപ്പോയിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചതോടുകൂടി കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് ഒരു ഉണർവ് വന്നിരിക്കുകയാണ്. 50,000-ലധികം ആളുകൾക്ക് നേരിട്ട് ജോലി കിട്ടുന്ന ഒരു വ്യവസായ മേഖലയാണ്. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പേര് മാറ്റിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഞങ്ങളുടെ പദ്ധതികളാണ് എന്ന് പറഞ്ഞിട്ടുമാണ് പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഈ നയം ഇനിയും വില പോകുമോ? പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കിട്ടിയ ആളുകൾക്ക് PMAYയുടെ ബോർഡ് പോലും CPM ഭരിക്കുന്ന പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നൽകുന്നില്ല. ജനങ്ങൾക്കറിയാം, പക്ഷെ ആ പദ്ധതി പ്രകാരം അവർക്ക് വീട് ലഭിച്ചത് എന്തൊക്കെ കേന്ദ്ര പദ്ധതികൾ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ ഇന്ന് ബോധവൽക്കരിക്കപ്പെട്ടു. മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഏത് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, ആരുടെ പദ്ധതിയാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കർഷകർ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു 6000 രൂപ കൃത്യമായിട്ട് ലഭിച്ചത് മോദി സർക്കാർ വന്ന ശേഷം. അതിനു മുമ്പ് കർഷകർക്ക് യാതൊരു ആനുകൂല്യമില്ല. ഇടതുപക്ഷ സർക്കാർ ആണെങ്കിൽ നെല്ല് സംഭരിച്ചാൽ അതിന്റെ വില പോലും നൽകും. സാധാരണക്കാരായ ആളുകൾ എല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. അതിന്റെ മാറ്റം ഇത്തവണ ഉണ്ടാവും. നമസ്കാരം. പാലക്കാട്ടെ ഇടതുകോട്ടയിൽ വലിയ രീതിയിലുള്ളൊരു വിള്ളൽ വീഴ്ത്തിയ BJPയുടെ കരുത്തുറ്റ നേതാവും സംസ്ഥാന ഉപാധ്യക്ഷനുമായ ശ്രീ കൃഷ്ണകുമാറാണ് എനിക്കിപ്പോൾ ഉള്ളത്. സർ നമസ്കാരം. മലമ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം EMSഉം നയനാരും അച്യുതാനന്ദനും എല്ലാം മത്സരിച്ച ഒരു വലിയ ഇടതുകോട്ടയാണ്. പക്ഷെ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ആ ഒരു കോട്ടയ്ക്ക് വിള്ളൽ വീഴ്ത്താൻ NDAക്ക് സാധിച്ചു. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് മലമ്പുഴയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അകത്തേത്തറ പഞ്ചായത്ത് 38 വർഷമായിട്ട് CPM ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP 10 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അവിടെ ഭരണത്തിൽ വന്നു. 6ഓളം സീറ്റുകളിൽ അവിടെ 2ാം സ്ഥാനം. വളരെ നേരിയ വോട്ടുകൾക്കാണ് 6 സീറ്റുകൾ നഷ്ടപ്പെട്ടത്. ആ സീറ്റുകളിലൂടെ ജയിച്ചാണെങ്കിൽ ഒരുപക്ഷെ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് ഫലം പോലെ CPMന്റെ അംഗങ്ങൾ പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണമായിട്ട് അത് മാറുകയായിരുന്നു. മലമ്പുഴ എന്നുള്ള പേര് തന്നെ ഈ മണ്ഡലത്തിൻ്റെതാണ്. ആ മലമ്പുഴ മണ്ഡലത്തിൽ, മലമ്പുഴ പഞ്ചായത്തിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടത് 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ്. 6 വോട്ടിനാണ് ആ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഒരു കാലത്ത് ഈച്ചയും പൂച്ചയും പോലും കമ്മ്യൂണിസ്റ്റാണെന്ന് വിശേഷിപ്പിച്ചിരുന്ന കൊടുമ്പ് പഞ്ചായത്ത്, ശ്രീ MP രാജേഷിൻ്റെ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ വീട് ഉൾപ്പെടുന്ന കൊടുമ്പ് പഞ്ചായത്തിൽ ആദ്യമായിട്ട് BJP 3 സീറ്റിൽ വിജയിച്ചു. 6 സീറ്റിൽ 2ാം സ്ഥാനത്താണ്. അതും 50 വോട്ടിന് താഴെ. ശ്രീ MP രാജേഷിൻ്റെ വീട് ഉൾപ്പെടുന്ന വാർഡിൽ പോലും BJP പരാജയപ്പെട്ടത് നേരിയ വോട്ടുകൾക്കാണ്. അപ്പോൾ മലമ്പുഴ മാറിക്കഴിഞ്ഞു. മലമ്പുഴയിലെ ജനങ്ങൾ ഇത്രയും കാലം ഇടതുപക്ഷം അവിടെ വിജയിച്ചിട്ടും അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും അവർക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ മലമ്പുഴയിൽ എത്തണം എന്ന് അവരാഗ്രഹിക്കും. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്കറിയാം മലമ്പുഴ അടിമുടി മാറിയിരിക്കുകയാണ്, അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വികസിത കേരളം എന്ന് പറയുന്ന വലിയൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ എത്രത്തോളം ഗുണകരമായിരിക്കും NDA ഭരണത്തിൽ വന്ന മലമ്പുഴയിലെ മനുഷ്യർക്ക്? അല്ലെ, ഏറ്റവും വലിയ ഉദാഹരണം മലമ്പുഴയിൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ വന്ന പദ്ധതികളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. IIT മോദി സർക്കാർ 2014 അധികാരത്തിൽ വന്ന് ആദ്യം പ്രഖ്യാപിച്ച പദ്ധതി കേരളത്തിലെ ഒരു MP പോലും ആവശ്യപ്പെടാതെ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് കഞ്ചിക്കോടാണ് വന്നിട്ടുണ്ട്, മലമ്പുഴ മണ്ഡലത്തിലാണ് വന്നിട്ടുള്ളത്. ഗ്രീൻഫീൽഡ് ഹൈവേ 10,000 കോടി രൂപയുടെ പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച് അതിൻ്റെ സ്ഥലമെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുക. അത് പാലക്കാട് നിന്ന് കോഴിക്കോട്ടിലേക്കുള്ള യാത്രാ ദൂരം, അതുപോലെ തന്നെ യാത്രാ സമയം 1.5 മണിക്കൂറായി കുറയ്ക്കുക. നിലവിൽ 4 മണിക്കൂറാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, ഒരു കാലത്ത് കേരളത്തിലെ 2ാമത്തെ വ്യവസായ മേഖലയായിരുന്നു കഞ്ചിക്കോട് വ്യവസായ മേഖല. തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ഒരു പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ പോലും കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പൊതുമേഖലയിൽ വന്നിട്ടില്ല. 1000-കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തിരുന്ന നിരവധി സ്ഥാപനങ്ങൾ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്ന് കൂട്ടിപ്പോയി. എന്തിനേറെ കിറ്റക്സ്, 1000-ലധികം ആളുകൾ ജോലി ചെയ്തിരുന്ന, സ്ത്രീകൾക്ക് ജോലി കൊടുത്തിരുന്ന കിറ്റക്സിൻ്റെ സ്ഥാപനം കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്ന് അടച്ചുപൂട്ടിപ്പോയിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചതോടുകൂടി കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് ഒരു ഉണർവ് വന്നിരിക്കുകയാണ്. 50,000-ലധികം ആളുകൾക്ക് നേരിട്ട് ജോലി കിട്ടുന്ന ഒരു വ്യവസായ മേഖലയാണ്. അതാണ് മലമ്പുഴയിലെ ജനങ്ങൾ വികസനം നേരിട്ട് ഞാൻ കാണാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം. 2,
കേരളത്തിലെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ അറിയപ്പെടുക. മലമ്പുഴ ഡാമും മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പേരിലാണ് മലമ്പുഴ നിയോജക മണ്ഡലം അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ 3 ലക്ഷത്തോളം ടൂറിസ്റ്റുകളാണ് ഒരു വർഷം മലമ്പുഴയിൽ വന്നു പോകുന്നത്. ആ മലമ്പുഴ ഉദ്യാനം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിജി അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്ത് 75.77 കോടി രൂപ മലമ്പുഴയുടെ നവീകരണത്തിനായിട്ട്, ഉദ്യാനത്തിൻ്റെ നവീകരണത്തിനായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ മലമ്പുഴയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്, മലമ്പുഴയിൽ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോദി സർക്കാരിൻ്റെ അനുകൂലമായിട്ടുള്ള NDAയുടെ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരാൾ പോലും ഇല്ലാതെ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ വരുന്ന മലമ്പുഴയിൽ ഒരു ജനപ്രതിനിധി ഉണ്ടായാൽ മലമ്പുഴയുടെ മുഖച്ഛായ മാറുന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെയുള്ളതാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മലമ്പുഴയിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഒപ്പം തന്നെ കാർഷിക മേഖലയിലും. അപ്പോൾ ഇതിനുകൂടി ഒരു പ്രതിവിധി കാണാൻ നമുക്ക് സാധിക്കില്ലേ? ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ പുതുശ്ശേരി പഞ്ചായത്തിൽ അട്ടപ്പള്ളം, ഈ അട്ടപ്പള്ളം നിങ്ങൾക്കറിയാം, 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത കൊലപാതകം നടന്ന സ്ഥലമാണ്. അട്ടപ്പള്ളത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് മയ്യത്ത് കബറടക്കാൻ പൈസ കൊടുത്ത് വെള്ളം വാങ്ങിയ സ്ഥലം. ആ അട്ടപ്പള്ളത്ത് ഇന്നലെ ഞാൻ പോയി. അത് ഏകദേശം 2016-17 10 വർഷത്തോളമായി. ഇന്നലെ അട്ടപ്പള്ളത്ത് ഉച്ച സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് ധാരാളം സ്ത്രീകൾ കുടവുമായിട്ട് നിൽക്കുന്നു. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, എന്താ ഈ നേരത്ത് നട്ട വെയിൽ, പാലക്കാടിൻ്റെ ചൂട് 1:15 മണിക്ക് ഉച്ചയ്ക്ക് പറഞ്ഞാൽ ഏറ്റവും അധികം ചൂടുള്ള സമയം. അവർ പറഞ്ഞു, കഴിഞ്ഞ 5 മാസമായിട്ട് ആ പ്രദേശത്ത് വെള്ളം വന്നിട്ട്, 5 മാസം, 1-2 ദിവസമല്ല, 5 ദിവസമല്ല, 5 മാസമായിട്ട് മലമ്പുഴ വെള്ളം ആ പ്രദേശത്ത് വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് മലമ്പുഴ വെള്ളം ലഭിക്കുന്ന അറിഞ്ഞിട്ട് ഞങ്ങൾ കുടവുമായിട്ട് കാത്തിരിക്കുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്ത ജനപ്രതിനിധികളാണ് കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് മലമ്പുഴയിലുള്ളത്. സാധാരണ ജനപ്രതിനിധികളാണോ? 2 മുഖ്യമന്ത്രിമാർ, EK നായനാർ 2 ടേം മലമ്പുഴയിൽ ജയിച്ചു, മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട്, പ്രതിപക്ഷ നേതാവായിട്ട്, ഭരണപരിഷ്കാര തലവനായിട്ട്. ശ്രീ T ശിവദാസ മേനോനെ 4 തവണ ജയിപ്പിച്ച മണ്ഡല കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ ഇത്രയേറെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വിജയിച്ചിട്ടും മലമ്പുഴയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല. ഏത് പഞ്ചായത്തിൽ പോയാലും, മുണ്ടൂർ, പുതുപ്പരിയായിരം, അകത്തേത്തറ, മലമ്പുഴ, മരുതറോഡ്, പുതുപ്പരിയായിരം, പുതുശ്ശേരി, കൊടുമ്പ്, എലപ്പുള്ളി, ഏത് പഞ്ചായത്തിൽ പോയാലും നിങ്ങൾക്ക് ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കാണാൻ കഴിയും. കാർഷിക മേഖല, എലപ്പുള്ളി പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു പഞ്ചായത്ത്. ആ എലപ്പുള്ളി പഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമമുള്ള പഞ്ചായത്താണ്. കിഴക്കൻ മേഖലയാണ്, മഴനിഴൽ പ്രദേശമാണ്, മഴ കുറവ് കിട്ടുന്ന പ്രദേശമാണ്. മലമ്പുഴയുടെ വാലറ്റമാണ്, അതുപോലെ തന്നെ വാളയാർ ഡാമിൻ്റെയും വാലറ്റമാണ് കനാലുകളുടെ. അവിടെ ജലദൗർബല്യമുണ്ട്. അവിടെയാണ് ഓയസിസ് കമ്പനിയും മദ്യ കമ്പനിയും കൊണ്ടുവരാനുള്ള ശ്രമം ഇടതുപക്ഷം നടത്തുന്നത്. അപ്പോൾ കർഷകരോടും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളോടല്ല, അവർക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊടുക്കാൻ ഓയസിസ് കമ്പനിക്ക് കൊടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഇവിടെ പാവപ്പെട്ട ആളുകൾ കുടിവെള്ളത്തിനായിട്ട് 5 മാസം കാത്തിരിക്കുക. ഈ പുതുശ്ശേരി പഞ്ചായത്ത് ഈ ഓയസിസ് കമ്പനിക്കായിട്ട് അവിടെ കോരയാർ പുഴയിൽ നിന്നും വെള്ളം എടുക്കാനുള്ള അനുമതി കൊടുത്തു. പഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങളെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് പാസ്സാക്കി കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം എന്നുള്ളത് മലമ്പുഴയിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതാണ് അവിടെ ഒരു മാറ്റം അവർ ആഗ്രഹിക്കാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയുണ്ടായി, VSന്റെ അഭാവത്തിലും മലമ്പുഴ ചായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, VS ഉള്ളപ്പോൾ തന്നെ മലമ്പുഴ ചാഞ്ഞതല്ലേ? അതെ, VSനെ 2001 VS അന്ന് 4000 വോട്ടുകൾക്കാണ് അന്ന് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. മലമ്പുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് 2001 അന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുമാർക്ക് ബൂത്തിൽ പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ പോലും അന്ന് രക്ഷപ്പെട്ടത് 4000 വോട്ടിനാണ്. അപ്പം മലമ്പുഴയിൽ അങ്ങനെ മലമ്പുഴ മാറില്ല എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നം മാത്രമാണ്. മലമ്പുഴ തവണ മാറും. ഒരു ഇമോഷണൽ ആയിട്ടുള്ള, ഇപ്പം നമുക്കറിയാം VSന്റെ മരണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല, മലമ്പുഴയിലെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട് VSനോട് ഒരു ആരാധന ഉണ്ടാവും. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ഭരണപരിഷ്കാര തലവൻ എന്നുള്ള നിലയിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലെല്ലാം ആ മണ്ഡലത്തെ ഇന്ന് ജയിച്ചിട്ട് പോയിട്ട് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ VSനോട്
അവർക്ക് അമർഷമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ നമുക്കറിയാം 3ാം വട്ടമാണ് BJP ഭരണം നടക്കുന്നത്. അത് അവിടെ ഉണ്ടാകുന്ന വികസന കാഴ്ചകളെല്ലാം നമ്മൾ എല്ലാവരും കാണുന്നതാണ്. ഇത് എത്രത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും? പാലക്കാട്, ഞാൻ നേരത്തെ കുടിവെള്ള പ്രശ്നം മലമ്പുഴയിൽ പറഞ്ഞു. ഇന്ന് പാലക്കാട് നഗരത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, പാലക്കാട് നഗരം കുടിവെള്ള പ്രശ്നമില്ലാത്ത ഒരു നഗരമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കാട് ഏറ്റവും ബൃഹത്തായിട്ടുള്ള കുടിവെള്ള പദ്ധതി 110 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് പാലക്കാട് നഗരത്തിൽ നടത്തിയത്. അപ്പോൾ പദ്ധതികളില്ലാതെയല്ല, അവിടെ ജൽജീവൻ മിഷൻ ഉണ്ട്. കോടിക്കണക്കിന് രൂപ മലമ്പുഴ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾക്കായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കിയെങ്കിൽ മലമ്പുഴയിൽ ഒരു പഞ്ചായത്തിലും കുടിവെള്ളക്ഷാമം ഉണ്ടാവില്ല. ഇവിടെ അമൃത് പദ്ധതി ഉപയോഗപ്പെടുത്തി പാലക്കാട് നഗരസഭയിൽ BJP ഭരണസമിതി, ഇന്ന് പാലക്കാട് നഗരത്തിൽ കുടിവെള്ളക്ഷാമവും ഇല്ല. അപ്പോൾ പാലക്കാട് നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 ടേമായിട്ട്, കഴിഞ്ഞ 2 ടേം, 3ാമത്തെ ടേം BJP ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് പാലക്കാട് നഗരത്തിൽ ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന നഗരസഭയിൽ ഒരു വികസനം നടക്കുന്നത് എന്നുള്ളത് പാലക്കാടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് 3ാം വട്ടവും BJPക്ക് അധികാരത്തിൽ തരാൻ കഴിഞ്ഞത്. അപ്പോൾ പാലക്കാട് നഗരത്തിൽ നടക്കുന്ന വികസനവും മറ്റുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസനവും തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ട് ജനങ്ങൾ. അതാണ് BJPക്ക് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ, നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിൽ വലിയ വളർച്ച ഉണ്ടാവാനുള്ള കാരണം. ഇപ്പം നമുക്കറിയാം, കേന്ദ്രത്തിന്റെ പല പദ്ധതികളും കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പേര് മാറ്റിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഞങ്ങളുടെ പദ്ധതികളാണ് എന്ന് പറഞ്ഞിട്ടുമാണ് പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ഒരു നയം കേരള സർക്കാർ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഈ നയം ഇനിയും വില പോകുമോ? ഇല്ല. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കിട്ടിയ ആളുകൾക്ക് PMAYയുടെ ബോർഡ് പോലും CPM ഭരിക്കുന്ന പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നൽകുന്നില്ല. ജനങ്ങൾക്കറിയാം, പക്ഷെ ആ പദ്ധതി പ്രകാരം അവർക്ക് വീട് ലഭിച്ചത് മോദി സർക്കാരിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന്. ലൈഫ് മിഷനിൽ വീട് രജിസ്റ്റർ ചെയ്തിട്ട് 10-12 വർഷമായിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വീട് ലഭിക്കുന്നില്ല. ലൈഫ് മിഷനിൽ വീട് ലഭിക്കുക, അതേ സമയത്ത് PMAYയിൽ രജിസ്റ്റർ ചെയ്താൽ അവർ അടുത്ത ആൾക്ക് വീട് ലഭിക്കുന്നു. അപ്പോൾ ഇവരുടെ എന്തൊക്കെ കേന്ദ്ര പദ്ധതികൾ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ ഇന്ന് ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഏത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്, ആരുടെ പദ്ധതിയാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കർഷകരോട് പോയി ചോദിക്കൂ. കർഷകർ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു 6000 രൂപ കൃത്യമായിട്ട് ലഭിച്ചത് മോദി സർക്കാർ വന്ന ശേഷമാണ്. അതിനു മുമ്പ് കർഷകർക്ക് യാതൊരു ആനുകൂല്യമില്ല. ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ നെല്ല് സംഭരിച്ചാൽ അതിൻ്റെ വില പോലും നൽകുന്നില്ല. അപ്പോൾ ജനങ്ങളും സാധാരണക്കാരായ ആളുകൾ എല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റം ഇത്തവണ ഉണ്ടാവും. നമുക്കറിയാം, വിശ്വാസവും ആചാരവും എല്ലാം അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പോരാടാൻ NDAയോ BJPയോ മാത്രമാണ് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവ് കൂടി പാലക്കാട്ടുകാർക്കില്ലേ? തീർച്ചയായിട്ടും. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും 2018 യുവതീ പ്രവേശന സമയത്ത് CPM സ്വീകരിച്ച നിലപാടും എല്ലാം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UDFൻ്റെ കാലത്തും ഭരണകാലഘട്ടത്തിലും LDFൻ്റെ ഭരണകാലഘട്ടത്തിലും കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയാണെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അവരത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. UDF ഇപ്പം നടത്തുന്ന സമരമെല്ലാം ഒരു കണ്ണടച്ച് ഇരുട്ടാക്കലാണെന്നുള്ളതും എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം കൂടിയിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദു മത വിശ്വാസങ്ങൾ, ഇതിനെയെല്ലാം തകർക്കുന്ന രീതിയിലുള്ള നിലപാട് 2 മുന്നണികൾ സ്വീകരിക്കുന്നു. അതേസമയത്ത് മതതീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ആവുക. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള മതതീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ അവർ സറണ്ടർ ആണെന്നുള്ളതും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മലമ്പുഴയിൽ ജനങ്ങൾ കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് 2016 ശേഷം കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. കാരണം കോൺഗ്രസ് കേരളത്തിലെ നിയമസഭയിൽ VD സതീശൻ എങ്ങനെയാണോ CPMൻ്റെ B ടീം, മുഖ്യമന്ത്രിയുടെ B ടീമായി പ്രവർത്തിക്കുന്നത്, അതുപോലെയാണ് മലമ്പുഴയിൽ പ്രതിപക്ഷത്തിൻ്റെ റോള് പോലും കോൺഗ്രസ് എടുക്കുന്നില്ല. ഒരു പഞ്ചായത്തിനും കോൺഗ്രസ് നിശബ്ദമായിട്ട് CPMൻ്റെ എല്ലാ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ്. അവിടെ പ്രതിപക്ഷ റോള് വഹിക്കുന്നത് BJPയാണ്. അതുകൊണ്ടാണ് ഇന്ന് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞതും BJP പല പഞ്ചായത്തുകളിലും പ്രധാന പ്രതിപക്ഷമായതും. ഈ തിരഞ്ഞെടുപ്പിലും ഈ ഇടതുപക്ഷവും കോൺഗ്രസും കൂടിയുള്ള ഒരു ഒത്തുചേരൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പാലക്കാടും മലമ്പുഴയും തൃത്താലയും ഒരു അവരുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ തവണ തൃത്താലയിൽ ശ്രീ MP രാജേഷ് മത്സരിക്കുന്നു, ഇവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു, G ശ്രീധരൻ സാർ മത്സരിക്കുന്നു. അവിടെ VT ബലറാം പരാജയപ്പെടാനുള്ള കാരണം ഷാഫിയും രാജേഷും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. CPMൻ്റെ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി കൊടുക്കുന്നു. തൃത്താലയിൽ
കോൺഗ്രസിൻ്റെ വോട്ടുകൾ MP രാജേഷിന് അനുകൂലമായി കൊടുക്കുന്നു. മലമ്പുഴയിലെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ CPM-ന് അനുകൂലമായി കൊടുക്കുന്നു. അങ്ങനെ ഈ 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം എല്ലാ കാലത്തും 2016 മുതൽ ഈ നിയോജക മണ്ഡലങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അതാണ് കോൺഗ്രസ് ഒരു കാലത്ത് 50,000 52,000 വോട്ട് ലഭിച്ചിരുന്ന കോൺഗ്രസ്സിന് ഇന്ന് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ 35,000-ൽ താഴെ വോട്ടാണ് ലഭിക്കുന്നത്. പാലക്കാട് 2006 ഇടതുപക്ഷത്തിൻ്റെ MLA ഉണ്ടായിരുന്ന സ്ഥലമാണ് ശ്രീ ദിവാകരൻ. ആ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇന്ന് CPM 3-ാം സ്ഥാനത്താണ്. 36,000-37,000 വോട്ടാണ് കിട്ടുന്നത്. 45,000-ലധികം പാർട്ടി വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 36,000-37,000 വോട്ടാണ്. കാരണം അവർ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ട്രാൻസ്ഫർ എല്ലാ തെരഞ്ഞെടുപ്പിലും നടത്തുന്നുണ്ട്. എങ്ങനെയാണ് മലമ്പുഴയിലെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഒരു പൾസ് എങ്ങനെയാണ്? ഏറ്റവും ഒരു ഗ്രാമീണ മണ്ഡലമാണ്. സാധാരണക്കാരായ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ. അവർ ഇത്രയും കാലം അവർക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ദുഃഖം അവർക്കുണ്ട്. കാരണം ഓരോ പ്രദേശത്ത് പോകുന്ന സമയത്തും വീഴാറായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കാട്ടാന പോലെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം, മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, കൃഷി നശിച്ച അവസ്ഥ, അവരുടെ ജീവിക്കാൻ മാർഗമില്ലാതിരിക്കുന്ന ആളുകൾ, തൊഴിൽ നഷ്ടപ്പെട്ട കഞ്ചിക്കോട് വ്യവസായ മേഖല അടച്ചുപൂട്ടപ്പെട്ട കാരണം തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ, നെല്ല് സംഭരണമില്ലാതെ കൊയ്ത്ത് കഴിഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾ, സംഭരിച്ച നെല്ലിൻ്റെ പൈസ കിട്ടാത്ത ആളുകൾ, കുടിവെള്ളത്തിനായിട്ട് കാത്തിരിക്കുന്ന അമ്മമാർ, ഇതെല്ലാം മലമ്പുഴയുടെ ഒരു ചിത്രമാണ്. അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഇതെല്ലാം സഹിച്ച് കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് സഹിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും ഒരു മാറ്റം ഇത്തവണ ഉണ്ടാക്കും. ഇപ്പോൾ കൃഷ്ണകുമാറിനെ മലമ്പുഴയിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ അവിടുത്തെ അമ്മമാരിലേക്കും ചേട്ടന്മാരിലേക്കും ഒക്കെ പോകുമ്പോൾ അവർ ചേട്ടന് തരുന്ന ഒരു ധൈര്യം അത് എത്രത്തോളമാണ്? ഞാൻ 2016 മത്സരിച്ച ശേഷം നിരന്തരമായിട്ട് മലമ്പുഴയിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ്. അവരുടെ മലമ്പുഴയിലെ ജനങ്ങളുടെ അവിടുത്തെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഞാൻ പല വീടുകളിലും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കണം എന്നുള്ളത്, കൃഷ്ണകുമാർ ജയിക്കണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പാലക്കാട് നഗരസഭയിൽ വൈസ് ചെയർമാനായിരുന്ന സമയത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അവർ നേരിൽ കണ്ട ആളുകളാണ്. അതേസമയത്ത് മലമ്പുഴയിൽ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു മോദിജിയുടെ ഒരു പ്രതിനിധി ജയിക്കട്ടെ, ഞങ്ങൾക്കും കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വികസന ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിനുകൾ സമൂഹ മാധ്യമങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്നതാണ്. അതിനെങ്ങനെയാണ് നേരിടുക? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചോളം പാർട്ടി ആവശ്യപ്പെട്ടാൽ അത് ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഞാൻ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടിയാണല്ലോ നിശ്ചയിക്കുന്നത്. പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ T. ശിവദാസ മേനോൻ, അദ്ദേഹം പാലക്കാട് ലോക്സഭാ സീറ്റിലേക്ക് 3 തവണ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ നിരവധി ആളുകൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചോളം, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക എന്നുള്ളത് അത് പാർട്ടി നിശ്ചയിക്കുന്ന, അവർക്ക് ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ദൈനംദിന പാർട്ടി പ്രവർത്തനം പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നത്. ഞാൻ 4 തവണ ജയിച്ച ആളുമാണ്. 2000 CPM സ്ഥിരമായിട്ട് നിരന്തരമായി ജയിച്ചിരുന്ന വാർഡിൽ ജയിച്ചു വന്ന ആളാണ്. 2010 ഇതേപോലെ പുതിയ വാർഡ് പോയി പിടിച്ചെടുത്ത ആളാണ്. 2015 കോൺഗ്രസിൻ്റെ ചെയർമാനെ പരാജയപ്പെടുത്തിയിട്ട് നഗരസഭാ ഭരണം BJPക്ക് നേടിക്കൊടുത്ത, അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ മുനിസിപ്പൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അതിൽ മത്സരിച്ചിട്ടില്ല. പാർട്ടി എന്നെ അസംബ്ലി സീറ്റിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ അന്ന് 2700 വോട്ട് മാത്രം ഉണ്ടായിരുന്ന മലമ്പുഴയിലാണ് ഞാൻ മത്സരിച്ച് 46,000 വോട്ട് എത്തിയത്. അവിടുത്തെ പ്രവർത്തകരുടെ ഒരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായത്. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും മലമ്പുഴയിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഇത്തവണ മലമ്പുഴ മാറും. കേരളം മാറുന്നതോടൊപ്പം തന്നെ മലമ്പുഴ ഇത്തവണ മാറും. വിജയപ്രതീക്ഷയോടെ തന്നെ വിജയപ്രതീക്ഷ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം പെയ്ഡ് ആളുകളുണ്ട്, സൈബർ ആക്രമണങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും ഭയക്കുന്ന ആളുമല്ല, അതിനെയൊന്നും അതിൻ്റെ അവജ്ഞയോട് കൂടിയിട്ട് തള്ളാറുള്ളത്. സന്തോഷം. നമസ്കാരം.